വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൊബൈൽ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടല്ല, പകരം ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ്. കുറച്ച് കാലം മുന്നേ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഓട്ടോമൊബൈൽ റിവ്യൂസ് വെച്ചിട്ടായിരുന്നു. സോ വീണ്ടും ഒരു ബൈക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. സോ ഈ ഒരു വണ്ടി നമ്മൾ റിവ്യൂ എടുത്തുള്ളത് നമ്മുടെ പാറയമ്പാടത്തെ, അതായത് കുന്നംകുളത്തിനടുത്തുള്ള പാറയമ്പാടത്തെ ഹെറിറ്റേജ് മോട്ടോഴ്സ് എന്നാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റോയൽ എൻഫീൽഡിന് 650cc സെഗ്മെൻറ്റിൽ ഒരുപാട് ബൈക്കുകളുണ്ട്. ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ, GT മുതൽ തുടങ്ങിയിട്ട് ഒരുപാട് ബൈക്കുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൽ നമുക്ക് 650 ഉണ്ട്. എനിക്കറിയാം ഒരുപാട് പേര് ബുള്ളറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ നോർമൽ 350 ഓടിക്കുമ്പോൾ അതിന് കുറച്ച് പവർ കുറവുണ്ടെന്നൊക്കെ ഫീൽ ചെയ്യും. ആ ഒരു പ്രശ്നം ഈ ഒരു വണ്ടി കാരണം മാറിക്കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ ഗൈസ്, ഈ ഒരു വണ്ടി ഒരു ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങളുടെ കൂടെ ഒരു ജെമ്മ് കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിങ്ങനെ തൊട്ടച്ചെമ്മിനേക്ക് പോളിഷ് ചെയ്ത് നമ്മളിങ്ങനെ റയറായിട്ടുള്ള പ്രോഗ്രാംസിന് മാത്രം കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ലോങ് ട്രിപ്പൊക്കെ പോയി അങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു ജെമ്മായിട്ടാണ് എനിക്കൊരു ബൈക്കിനെ തോന്നിയത്. ഈ ഒരു വണ്ടിയുടെ കുറച്ച് സ്പെക്ക് പറഞ്ഞതിന് ശേഷം ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം. ആക്ച്വലി ഈ ഒരു വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു ബുള്ളറ്റ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ ഒരു ഒറ്റ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളറ്റാണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു വ്യൂ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ബുള്ളറ്റ് അല്ല എന്നുള്ളത്. കാരണം രണ്ട് സൈലൻസർ അപ്പുറത്തപ്പുറത്തും കാണാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇതിൻ്റെ എഞ്ചിൻ സൈഡാണ്. എഞ്ചിൻ സൈഡ് കണ്ടാലും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊരു 650cc എഞ്ചിനാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓൾറെഡി റോയൽ എൻഫീൽഡിനെ കണ്ടുപരിചയമുള്ള ആൾക്കാരാണെങ്കിൽ. ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡുണ്ടല്ലോ, ഈ ഒരു ഹെഡിൻ്റെ സൈഡ്, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വിടുത്ത് കൂടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നോർമൽ ബൈക്കിന് ഏകദേശം 18 സെൻറ്റിമീറ്ററാണ് ഈ ഒരു വിടുത്ത് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ബൈക്കിന് ഏകദേശം ഒരു 28 സെൻറ്റിമീറ്ററോളം വിടുത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു വണ്ടിയുടെ ആ ഹെഡിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ സൈസിൻ്റെ ഒരു ഇൻക്രീസിങ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബൈക്കിന് ഒരു 30 സെൻറ്റിമീറ്ററാണ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 51 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അതായത് 20 സെൻറ്റിമീറ്റർ വിടുത്ത് കൂടുതലാണ് ഈ ഒരു ടാങ്കിന്. പിന്നെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു സെക്ഷൻസ്, ഹാൻഡിൽ ബാർ, ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രോം ഫിനിഷുകൾ, പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു സൈസിലുള്ള ഡിഫറൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് നോർമൽ ബുള്ളറ്റ് അല്ല എന്ന് മനസ്സിലാവും. റിയർ സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ക്ലാസിക്കിൻ്റെ ആ ഒരു ലുക്ക് തന്നെയാണ് ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതൊന്നും മാറ്റായിരുന്നു എനിക്ക് തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബുള്ളറ്റിൻ്റെ തന്നെ ആ ഒരു ലുക്ക് ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് തോന്നി. ഞാൻ ഭയങ്കര കൗതുകത്തോടുകൂടി നോക്കിയൊരു കാര്യമായിരുന്നു ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ ഹബ്ബും അതുപോലെ തന്നെ റിയർ സൈഡിലെ ഹബ്ബ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രോം ഫിനിഷ് അത്യാവശ്യം നല്ല രീതിയിൽ പോളിഷ്ഡായിട്ട് കഴുകി കൊണ്ടുവരുന്നാലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സൈസൊക്കെ നമ്മുടെ നോർമൽ ബുള്ളറ്റിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് സൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഹെവിയാണ്. നമ്മൾ സീറ്റിലിരുന്ന് കൈ ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇതിലുണ്ടായിട്ടുള്ള ആ ഒരു വലിപ്പ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇത് വീഡിയോയിൽ മനസ്സിലാവില്ല, നേരിട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ഹാർലി ഡേവിഡ്സനൊക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ആ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ലൈൻസ്. ഇവിടെ പോലും ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ലൈൻസാണ്. ഇവിടെയും ലൈൻസ് വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ആ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു സിഗ്നേച്ചർ ലൈൻസ് എല്ലായിടത്തും കാണാൻ പറ്റും. എൻജിൻ സൈഡിലെ സ്പെക്ക് നോക്കുമ്പോൾ 42 bhp പവറും 53 Nm ടോർക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവർ ഫിഗേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനായിട്ടാണ് തോന്നിയത്. നമുക്ക് റേഡിയേറ്ററും ഇവിടെ കാണാൻ പറ്റും. സീറ്റ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം ലോങ് റൈഡിനൊക്കെ കംഫർട്ടായിട്ടുള്ള ഒരു കുഷനിങ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ റിയർ സൈഡിൽ നമുക്ക് ഗ്രാബർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു ബൈക്കാണിത്. അതായത് ബുള്ളറ്റിന് ഇഷ്ടമാണ്, പക്ഷേ ബുള്ളറ്റിൻ്റെ ആ ഒരു പവർ കുറവാണ് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പവറിൽ ഇറക്കിയിട്ടുള്ള മറ്റൊരു ബുള്ളറ്റ് എന്നതിനെ പറയുള്ളൂ. പക്ഷേ ഓവറോൾ ഇതൊരു 650cc വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിൽ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഓവറോൾ മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രൈസ് കൂടുതൽ കാണാൻ പറ്റും. സോ ഈ ഒരു വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തിനടുത്ത ഹെറിറ്റേജ് മോട്ടോഴ്സ് എന്നാണ്. സോ അവിടെ നിന്ന് ഈ ഒരു വണ്ടി ഇറക്കി ജസ്റ്റ് ഒന്നിങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ
വണ്ടിയുടെ വീല് കിടന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരുന്നു. അതൊരു പക്ഷേ ടൈലായതുകൊണ്ടായിരിക്കാം, പിന്നെ പുതിയ ടയറാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ബട്ട് ഈ ഒരു വണ്ടിക്ക് നല്ല ഇനീഷ്യൽ ടോർക്ക് ഉണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങളൊരു 650cc ബൈക്ക് ഓടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പെസിഫിക് വണ്ടി ഓടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇനീഷ്യൽ പവർ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ത്രോട്ടിൽ വർക്ക് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 243 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് ഒരു 30 ഡിഗ്രിക്ക് അപ്പുറം ഈ ഒരു വണ്ടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ, 30 ഡിഗ്രി ഒന്നും പറ്റില്ല, ഒരു 20 ഡിഗ്രിക്ക് അപ്പുറം ഈ ഒരു വണ്ടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി താഴെ വയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. നോർമൽ ബുള്ളറ്റ് അല്ലെങ്കിൽ ക്ലാസിക് 350കളൊക്കെ വിടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റും, കുറച്ച് ആരോഗ്യമുള്ള ആളാണെങ്കിൽ. പക്ഷേ ഇത്തരം വണ്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അവിടെ വയ്ക്കാം. നിയർലി 250 കിലോഗ്രാമാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. പക്ഷേ ആ ഒരു വെയിറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഈ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങളിങ്ങനെ ആക്സിലേറ്റ് ചെയ്തു, പെട്ടെന്ന് നിങ്ങൾ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി പെട്ടെന്ന് ഡീസിലറേറ്റ് ആവില്ല. പകരം ഈ ഒരു വെയിറ്റ് കാരണം ഗ്രാജുവലിയാണ് ഡീസിലറേറ്റ് ആവുക. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു സ്പീഡ് റിഡക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ പെട്ടെന്നുള്ള ആ ഒരു മൊമെൻറ്റം ചേഞ്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അതായത് നോർമലി നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പീക്കായിട്ട് ഇങ്ങനെ ടോപ്പിലേക്ക് പോകും. അതേപോലെ തന്നെ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അതേപോലെ ഡീസിലറേറ്റ് ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ വണ്ടി വളരെ സ്ലോലിയാണ് ആക്സിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ ഗ്രാജുവലി ആണ് നമുക്ക് ഡീസലറേഷനും സംഭവിക്കുള്ളൂ. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. സോ ആ ഒരു വെയിറ്റ് ഈ ഒരു വണ്ടിയുടെ ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വളവുകൾ തിരിവുകളൊക്കെ നോക്കുമ്പോൾ കോർണറിങ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു വെയിറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു പരിധിക്ക് അപ്പുറം എക്സ്പീരിയൻസ് ഉണ്ടാവണൊക്കെ മുന്നേ നമുക്ക് വളരെ പതുക്കെ തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കോർണറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടാണ് കോർണറിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ വണ്ടികൾ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ആക്സിലേറ്റ് ആവുകയും ചെയ്യും, പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. ഇതിൻ്റെ ബ്രേക്ക് അത്യാവശ്യം ഇനഫായിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. എന്നിരുന്നാലും നല്ല സ്പീഡിൽ അത് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പെർഫോമൻസ് കുറവാണ്. അത് ഈ ഒരു ബ്രേക്കിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെയോ വ്യത്യാസമല്ല, ഈ ഒരു വണ്ടിയുടെ വെയിറ്റാണ് അതിൻ്റെ കാരണം. കാരണം ഈ ഒരു വണ്ടി അങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിച്ചെടുക്കേണ്ടതാണ്. നിങ്ങൾ റോഡ് ക്ലിയർ ആണ്, അതിന് നിങ്ങൾക്ക് നല്ല ത്രോട്ടിൽ ചെയ്യാന്നുള്ള കോൺഫിഡൻസ് കിട്ടിയാൽ മാത്രം നിങ്ങൾ നല്ല ടോപ്പ് സ്പീഡിലേക്ക് കയറിയാൽ മതി ഈ ഒരു വണ്ടിയായിട്ട്. അതർവൈസ് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 6 months അല്ലെങ്കിൽ ഒരു 1 year ഈ ഒരു വണ്ടി എക്സ്പീരിയൻസ്ഡ് ആവുന്ന വരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ഈ ഒരു പെയിൻറ്റ് സ്കീം ഈ ഒരു വണ്ടിയിൽ ഇറക്കണ്ടായിരുന്നു. കാരണം പല ആൾക്കാരും ഈ ഒരു വണ്ടി കണ്ടിട്ട് ഇത് നോർമൽ ബുള്ളറ്റാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഈ ഒരു കളർ സ്കീം ഇതിൽ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതർവൈസ് നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട്. ഈ 2 സൈലൻസറൊക്കെ കാണുമ്പോൾ ഇതെന്താ ബുള്ളറ്റിൽ 2 സൈലൻസർ എന്നൊക്കെ ആൾക്കാർ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു പക്ക ഒരു ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കിട്ടുന്നത്. കാരണം ആ ഒരു ഹെഡ് സൈസ് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഉണ്ടായിരുന്ന ഒരു 20 cm ആണെങ്കിൽ ഇപ്പോൾ ഉള്ളതൊരു 30 cm ആണ്. ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സൈസ് ഇവിടുന്ന് ഈ ഒരു സൈസിലേക്ക് ആയിട്ടുണ്ട്. അത് ഭയങ്കര അപ്പിയറൻസാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ഹീറ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ജീനൊക്കെ ഇട്ടിട്ടാണ് ഇത്ര നേരം ഓടിച്ചത്. നോർമൽ ചിലപ്പോൾ ട്രാഫിക് ജാമിലൊക്കെ പെടുമ്പോൾ നോർമൽ 650കളെ പോലെ തന്നെ ഒരു ഹീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോർമൽ 650 ബൈക്കുകളായിട്ടുള്ള ഈ കോണ്ടിനെൻ്റൽ GT അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ പോലെയുള്ള ഒരു ക്യാരക്ടറല്ല എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും നമുക്കൊരു ഗ്രാജുവൽ ആക്സലേഷൻ അതുപോലെ തന്നെ ഒരു ഗ്രാജുവൽ ഡീസലറേഷനാണ് ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ അതുപോലെ തന്നെ മാക്സിമം ഓടിക്കുക, വണ്ടിനെ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ഓടിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു നോർമൽ സ്പീഡ് റേഞ്ച് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു 80 to 90 നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഹൈവേസിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 to 120 നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഓടിക്കാം. പിന്നെ വണ്ടി എടുത്ത് ഒരു 1000 kilometers ഒക്കെ ആവുന്ന വരെ തന്നെ നിങ്ങൾ നല്ല കൺട്രോൾ ചെയ്ത് ലോ സ്പീഡിൽ ഓടിക്കുക, അല്ലെങ്കിൽ നമുക്കത് എഞ്ചിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ഓടിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ്. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ ബജാജ് കളിയാക്കിയ പോലെ ഇതൊരു ആനക്കുട്ടിയാണ് ഗൈസ്. സോ അങ്ങനെ ഒരു ആനക്കുട്ടീനെ നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡിലുള്ള ആൾക്കാർ മാത്രം ഈ ഒരു ഐറ്റത്തിനെ വാങ്ങിക്കുക. കാരണം ഇതങ്ങനെയാണ്. ഇതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും എല്ലാം അതുപോലെയാണ്. നമ്മൾ നല്ല കെയർ ചെയ്ത് ഓടിച്ച് നടക്കണം. നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് 4 ആളുടെ മുന്നിൽ കുറച്ച് പവറൊക്കെ കാണിച്ച് ഓടിച്ച് നടക്കാനും ഹൈവേയിൽ നല്ല സ്റ്റെബിലിറ്റിയിൽ ഈ വെയിറ്റ് കാരണം നല്ല സ്റ്റെബിലിറ്റി കിട്ടും, നല്ല സ്റ്റെബിലിറ്റിയിൽ ലോങ് റൈഡ്സ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഷോർട്ട് റൈഡുകളാണെങ്കിലും
നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് വരണമെങ്കിൽ പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. അതർവൈസ് നിങ്ങളൊരു നോർമൽ 150 ഷോർട്ട് സ്റ്റോക്ക് എഞ്ചിനുള്ള ബൈക്കുകളെ വെച്ച് അതിനെ പോലും ചേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ ഒരു വണ്ടിക്ക് പറ്റിയില്ല എന്ന് വരും. കാരണം ഇതിൻ്റെ ആക്സലറേഷൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അവന്മാർ പുട്ട് പോലെ അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ കയറി പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം 250 കിലോഗ്രാം നിയർലി വെയിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലോലി ആക്സലറേറ്റ് ചെയ്യുന്ന പോലത്തെയാണ് ഇതിൻ്റെ പെർഫോമൻസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചു, പക്ഷേ ഒരു 150 cc കാരൻ എന്നെ ചേസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വണ്ടി അതിന് വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കാമായിരിക്കണം, നമുക്കങ്ങനെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ ലുക്ക് അടിപൊളിയാണ്, കംഫർട്ട് അടിപൊളിയാണ്, ബ്രേക്കിംഗ് അത്യാവശ്യം സെറ്റാണ്, സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്. സോ ഓവറോൾ ഒരു ലെജൻഡറി ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ മറന്നുപോയിട്ടൊന്നും എനിക്കറിയില്ല. നേരം കുറച്ച് വൈകി, ഞാൻ കുറച്ച് നേരമായിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി തിരിച്ചു കൊടുക്കാൻ പോവാണ്. കൂടുതൽ റിവ്യൂസ് ഈ ഒരു വണ്ടിനെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിനെ പറ്റിയിട്ട് എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ജിനോടെക് സൈനിങ് ഓഫ്, ബൈ. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ.